വിഷുക്കണി ഒരുക്കിയ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ. അപ്പം ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും ചാലിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട്. ഇതിനകത്ത് അണുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതോടെ അങ്ങ് പോകും കേട്ടോ. പിന്നെ ഇതാ 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് കുറച്ച് പാൽ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. ആ കസ്റ്റാർഡ് പൗഡറിനകത്തുനിന്ന് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പാലും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അതൊന്ന് കലക്കി എടുക്കുന്നുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ. പിന്നെ പാൽ തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, കൈവിടാതെ. പിന്നെ ആവശ്യത്തിന് മധുരം കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടെ വെച്ചതിന് ശേഷമാണ് എടുത്തത്. ആ ഒരു സമയം കൊണ്ട് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് അതിനകത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്.